താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വിദ്യാർത്ഥി വിഷയങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന വൈസ് ചാൻസലറുടെ നിരുത്തരവാദപരമായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് SFI കാലടി സംസ്കൃത സർവകലാശാല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സൂപ്പർ ഫൈൻ അടക്കമുള്ള വിഷയങ്ങളിൽ മുൻ സിൻഡിക്കേറ്റ് യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ നടപ്പിലാക്കി അടിയന്തരമായി ഉത്തരവിറക്കുക, വിദ്യാർത്ഥി അധ്യാപക അനുപാതത്തിന് അനുസൃതമായി ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം എത്രയും വേഗം പൂർത്തിയാക്കുക എന്നീ പ്രധാന ആവശ്യങ്ങളാണ് SFI മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനു പുറമെ ക്യാമ്പസിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പ്രിന്റഡ് സർട്ടിഫിക്കറ്റുകൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക, അക്കാദമിക് കൗൺസിൽ ഉടനടി വിളിച്ചു ചേർക്കുക, ഗവേഷക വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ SFI സംസ്കൃത സർവകലാശാല യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടുക്കുന്ന അനിശ്ചിതകാല സമരത്തിൻ്റെ 1-ാം ദിനമാണിന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ കാലങ്ങൾക്ക് ശേഷം ഇവിടെ സംസ്കൃത സർവകലാശാല ഒരു സിൻഡിക്കേറ്റ് യോഗം കൂടിയിട്ടുണ്ടായിരുന്നു. 6 മാസത്തോളമായി സംസ്കൃത സർവകലാശാലയിൽ ഒരു സിൻഡിക്കേറ്റ് യോഗം കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാലമായിട്ട് യോഗം കൂടാത്തതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമായിട്ട് നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അവരുടെ PhD അവാർഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വിദ്യാർത്ഥികളുടെ കുറേ ഫയലുകൾ ഓർഡർ ആവുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കുറേ കാലങ്ങളായിട്ടുള്ള സർട്ടിഫിക്കറ്റ് മുടങ്ങിക്കിടക്കുക. വിദ്യാർത്ഥികൾ ഇവിടെ കോഴ്സ് പൂർത്തിയായി പോയ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകൾ സർവകലാശാല കൊടുത്തു തീർക്കുന്നില്ല. SFI സംസ്കൃത സർവകലാശാല ഒരു 2 വർഷം, അതായത് ഒരു 1.5 വർഷം മുന്നെയാണ് ഒരു അനിശ്ചിതകാല സമരം ഏറ്റെടുത്ത്. ഒരു 27 ദിവസം നീണ്ടു നിൽക്കുന്ന അനിശ്ചിതകാല സമരത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രിൻ്റഡ് സർട്ടിഫിക്കറ്റ് അനുവദിക്കണം എന്നുള്ളതായിരുന്നു സമരത്തിൻ്റെ ആവശ്യം. അതുവരെ ഇവിടെ സർവകലാശാലയിൽ മറ്റേത് സർവകലാശാലകളിലും ഇല്ലാത്ത പോലെ കയ്യെഴുത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കയ്യെഴുത്ത് സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റില്ല, കൃത്യമായിട്ട് പ്രിൻ്റഡ് സർട്ടിഫിക്കറ്റ് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് SFI അന്ന് അനിശ്ചിതകാല സമരത്തിൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ചൊരാവശ്യം പിന്നെ അംഗീകരിക്കുകയും വിദ്യാർത്ഥികൾക്ക് പ്രിൻ്റഡ് സർട്ടിഫിക്കറ്റ് സർവകലാശാല അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നില്ല. ഇവിടുന്ന് ഇത്ര 4 വർഷം അല്ലെങ്കിൽ 2 വർഷം PG പഠനം പൂർത്തിയാക്കി പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ഇനിയിപ്പോൾ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കാണെങ്കിലും മറ്റ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കായാലും ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹോസ്റ്റലുകളിൽ അടിസ്ഥാന സൗകര്യം, പിന്നെ ക്യാമ്പസിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വലിയ രീതിയിൽ മോശം അവസ്ഥയാണ് ഇവിടെ ക്യാമ്പസിലുള്ളത്. ഈ അടിസ്ഥാന സൗകര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സർവകലാശാല എത്രയും പെട്ടെന്ന് ഇടപെടണം. വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് SFIയുടെ സമരത്തിൻ്റെ മറ്റൊരു ആവശ്യം. പിന്നെ മറ്റ് നിരവധിയായിട്ടുള്ള ഗവേഷകരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അവരുടെ സിൻഡിക്കേറ്റ് യോഗം കൂടാത്തതിൻ്റെ ഭാഗമായിട്ട് ഗവേഷണം കഴിഞ്ഞ, അതായത് ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞ ഗവേഷകർക്ക് കൃത്യമായിട്ട് PhD അവാർഡ് ചെയ്യാത്തതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ ഗവേഷകരുടെ റെഗുലേഷൻ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFI അനിശ്ചിതകാല സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. അനിശ്ചിതകാല സമരത്തിൻ്റെ 1-ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ അനിശ്ചിതകാല സമരം തുടരുമെന്നാണ്. സമരം അടിയന്തിരമായി അവസാനിപ്പിക്കാൻ VC തയ്യാറായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച, കുറേ കാലങ്ങൾക്ക് ശേഷം, അതായത് കൃത്യം മുൻപ് പറഞ്ഞ പോലെ തന്നെ 6 മാസങ്ങൾക്ക് ശേഷമാണ് സർവകലാശാലയിൽ ഒരു സിൻഡിക്കേറ്റ് യോഗം കൂടുന്നത്. അപ്പോൾ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ട്. നിരവധിയായിട്ട് നേരത്തെ പറഞ്ഞതുപോലത്തുള്ള സർട്ടിഫിക്കറ്റായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്കുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളിപ്പോൾ അനിശ്ചിതകാല സമരത്തിൽ ഏറ്റെടുത്ത അതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് മാർച്ച് എടുത്തത്. പക്ഷേ മാർച്ചായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 5 മണി 6 മണിയായിട്ടും സിൻഡിക്കേറ്റ് യോഗം അവസാനിക്കുന്ന സമയമായിട്ടും അതുവരെയായിട്ടും ഇവിടുത്തെ വിദ്യാർത്ഥികളെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ വിദ്യാർത്ഥികളായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്താനോ സിൻഡിക്കേറ്റോ വൈസ് ചാൻസലറോ തീരുമാനമെടുക്കുക ഇതിലെന്തെങ്കിലും പരിഹാരം കണ്ടെത്തണം എന്നുള്ള നില ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ പോലീസ് ഇവിടെ വന്ന് വിദ്യാർത്ഥികളെ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും പോലീസ് വലിയ രീതിയിൽ വിദ്യാർത്ഥികളെ ബലം പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു.
പിന്നെ അതുപോലെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം കൂടുന്ന സിൻഡിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുണ്ട്. ഇത് കേൾക്കാൻ പോലും ഇവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് കൃത്യമായിട്ട് തയ്യാറായിട്ടില്ല. അപ്പോൾ പിന്നെ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷവും ഞങ്ങൾ ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങൾ പോലും കൃത്യമായ മറുപടി നൽകാൻ വൈസ് ചാൻസലറോ ഇവിടുത്തെ സിൻഡിക്കേറ്റോ തയ്യാറാവാത്തതിൻ്റെ ഭാഗമായിട്ടാണ് SFI അനിശ്ചിതകാല സമരം എന്നുള്ളതിൻ്റെ രീതിയിൽ ആലോചിച്ച് പോയിട്ടുള്ളത്. അനിശ്ചിതകാല സമരത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്.